ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ 9th എപ്പിസോഡാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് മനസ്സിലായിരുന്നു. സോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതാണ് ഫ്രിസിയും ഫോർമൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മിസ്സും കൂടെ ആ ഒരു ഫ്രിസിയുടെ സെക്രട്ടറി ആ ഒരു ഹോൾഡർ ഇരിക്കുന്ന അവൾ ചെയറിൻ്റെ അവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു സെയിനും അതുപോലെ തന്നെ എയ്സും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണെങ്കിൽ എയ്സ് നമ്മുടെ ഫ്രിസിയോട് പറയുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് നീ എണീറ്റ് പോയിക്കോ, എണീറ്റ് അവിടെ നിന്ന് ഇവിടെ ഇരിക്കാൻ നിനക്ക് ഇനി ഒരു യോഗ്യതയില്ല, ഇനി അവിടെ ഇരിക്കാൻ പോകുന്നത് നമ്മുടെ സെയിനാന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ ഫ്രിസിക്ക് നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒപ്പം അവിടെ നിൽക്കുന്ന രണ്ട് പേർക്കും വരുന്നുണ്ട്. കാരണം ഫ്രിസിൻ്റെ ടീമാണ് ഈ ഒരു ഫോർമൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മിസ്സും. അപ്പോൾ എയ്സ് ആണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് മാറാൻ പറയുന്നുണ്ട്. കാരണം 9th പൊസിഷനിൽ വന്നിട്ടുള്ള ഇപ്പോൾ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ സെയിനാണ്. സോ സെയിൻ്റെ ആ ഒരു സെയിൻ്റെ ചെയറാണ്, അവിടെ നീ ഇരിക്കേണ്ട, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് അവളോട് പറയുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ നമ്മുടെ സെയിനിന് ഒരു മുട്ടും കൂടെ കൊടുത്തിട്ടായിരുന്നു അവിടുന്ന് പോകുന്നുണ്ടായിരുന്നത്. കൊടുത്തതിൻ്റെ ബാക്കിയുള്ളവരോട് പറയുന്നുണ്ടായിരുന്നു, നീ സെക്രട്ടറി ഇവളാണ്, ഇവൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നതിന് തുല്യമാണ്. സോ അതെന്തായാലും അനുസരിച്ചേ മതിയാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള കാര്യം കൂടെ നമ്മുടെ ഈസ് അവരോട് പറയുന്നുണ്ടായിരുന്നു. സോ അവളെ റെസ്പെക്റ്റ് ചെയ്യണം, ഇതെല്ലാം നിനക്ക് വേണ്ടതെന്നുള്ളതും കൂടെ, ഐ മീൻ ഈ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടതെന്നുള്ളതും കൂടെ നമ്മുടെ സെയിനോട് ഈസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ വേണമെന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ മ്യൂസിക് റൂമാണ്. മ്യൂസിക് റൂമിൽ മിസ്സാണെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ സെയിനും വന്നിട്ടുണ്ടായിരുന്നു. സെയിനിന് ഇപ്പം മ്യൂസിക് ക്ലാസ് ഉണ്ട്, പക്ഷെ അവൾ കുറച്ച് ബിസി ആയിരുന്നല്ലോ. സോ അവൾ അത് കഴിഞ്ഞിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മിസ്സ് ചോദിച്ചു എന്താ ബിസി ആയിരുന്നു, അവൾക്ക് പറയാൻ കാരണം ഉണ്ടല്ലോ. സോ അവൾ ആ കാരണങ്ങളൊക്കെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് കയറുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവള് വന്നപ്പോൾ എല്ലാവരും കൂടെ ആ ഒരു ബുക്കിൽ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മ്യൂസിക് ചൊല്ലിയായിരുന്നു. സോ ഇവിടേക്ക് മ്യൂസിക്കും കാര്യങ്ങളൊന്നുമില്ല, അവളെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഒരു കുട്ടി എണീറ്റിട്ട് അവൻ്റെ ഒപ്പമാണ് അവൾ ഇരുത്തുന്നുണ്ടായിരുന്നത്. കൂട്ടത്തിന് ആ ഒരു മ്യൂസിക് ഷീറ്റും അവനായിരുന്നു അവൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കാര്യത്തിലായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ മ്യൂസിക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് നല്ല രീതിയിൽ തന്നെ ഇവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അവൾക്ക് പക്ഷേ ഏകദേശം കാര്യങ്ങളൊന്നും പിച്ചൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല മ്യൂസിക്കിൻ്റെ. സോ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനായിരുന്നു. അപ്പോൾ ഇവർ രണ്ടാളും കൂടെ ആയിരുന്നു കൂടുതലായിട്ട് ആ ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ കൂടെ ഫ്രിസിയും മിസ്സും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മിസ്സാണെങ്കിൽ ഫ്രിസിൻ്റെ പക്ക സൈഡാണ്. അവൾക്ക് എങ്ങനെ നമ്മുടെ സെയിനിന് എങ്ങനെ പണി കൊടുക്കാമെന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പൊസിഷൻ തട്ടിയെടുത്ത് എന്നുള്ള രീതിയിലൊക്കെ. കാരണം ഇവളെക്കാട്ടി ഒരു പൊസിഷൻ ഉയർന്നു നമ്മുടെ സെയിന്. സോ അതിൻ്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും വിദ്വേഷമൊക്കെ അവളോടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ സെയിനെയാണ്. സെയിനാണെങ്കിൽ ആ മ്യൂസിക് തെറ്റാതെ അവൾക്ക് കിട്ടാത്ത ആ ഒരു പോർഷനും കാര്യങ്ങളൊക്കെ അവൾ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് അവൻ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ അത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം അവനിതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അവളാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഇമ്പ്രസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന അവൻ പറഞ്ഞിട്ട് ആ ഒരു സംഭവം അവൾക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ കൂടെ അത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊക്കെ ശരിയാവുന്നുണ്ട്, എന്നാലും പെർഫെക്റ്റ് ആവുന്നില്ല കേട്ടോ. അങ്ങനെ പരസ്പരം ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പേര് ചോദിക്കുമ്പോൾ അവൻ്റെ പേര് കേട്ടിട്ടുള്ള ആകെ നെട്ടി നിൽക്കുക കേട്ടോ. കാരണം നമ്മുടെ ബി ഗാങ്ങിലെ മെയിൻ ലീഡർ ഇവനാണ്. പക്ഷേ ഈ ഇവനാണ് അതിൻ്റെ ലീഡർ എന്നുള്ള കാര്യം ഇവിടെ ഉള്ള ഒരാൾക്കും അറിയില്ല കേട്ടോ. ഇവനാണെങ്കിൽ പാവങ്ങളെ പോലെ പാവം പഠിപ്പിച്ച സ്റ്റുഡൻസിനൊക്കെ പോലെ നല്ല പാവത്തോടെ പോലെ നിന്നിട്ടായിരുന്നു. പക്ഷേ ഇവൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവനാണ് അത് എന്നുള്ള കാര്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഇവളെ കഴുത്തിനവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അവളോട് ഭയങ്കര ദേഷ്യത്തിൽ, ഐ മീൻ ഇതെല്ലാം അറിഞ്ഞ പാവത്തിൽ തന്നെ അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവനാണ് ബി ഗാങ്ങിലെ മെയിൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, അവളെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെ. അപ്പോൾ അവളോട് അവൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം നിന്നെ ഞാൻ കൊല്ലും, നീ ഇപ്പം മരിക്കുന്നുള്ള കാര്യം. അപ്പോൾ അവൾ പറഞ്ഞിട്ട് എന്നെ കൊന്നേക്ക് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ആ ഒരു സംസാരം ഇങ്ങനെ നീണ്ടു പോകുന്ന സമയത്ത് ബാക്കിയുള്ള സ്റ്റുഡൻസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഐ മീൻ റൗഡി ഗ്യാങ്സ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനാണെങ്കിൽ അവർക്ക് മുന്നിൽ പാവമാണെങ്കിലോ. സോ ഇവളെങ്ങനെ പിടിക്കുന്ന കണ്ടിട്ട് ഇവന്മാരെന്താ നീ ഇങ്ങനെ ആക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവനിട്ട് നല്ല പണിയും അടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഐ മീൻ ഈ സ്കൂളിലെ ഒരു പാവം ചെക്കൻ ഈ ഒരു ഗേളിനെ, ഐ മീൻ അത് സെക്രട്ടറിനെ എങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് തമാശയൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത്. സോ ഇവരാണെങ്കിൽ അവനിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഇങ്ങനെ കുറച്ചേരം അവരോട് നിർത്താനൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ സഹി കെട്ടിട്ട് അവൾ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. ഇവൾ ഓടി പോകുന്ന സമയത്താണെങ്കിൽ കൂടെ വേറെ ഒരാളെ കൺമുന്നിലാണ് ചെന്ന് പെടുന്നത്. വേറെ അതിൽ ആ ഒരു റെഡ് ഹെയർ ഉള്ള ആ ഒരു ബോയിൻ്റെ മുന്നിലാണ്. സോ അവനോട് പറയുന്നുണ്ട്, നിൻ്റെ ഗ്യാങ്ങിലെ ലീഡറല്ല അവൻ അവിടെ കിടന്ന് അടിയും കാര്യങ്ങളൊക്കെ കൊള്ളുന്നുണ്ട്, അവനെ പോയി രക്ഷിച്ചു എന്നുള്ള കാര്യം വരും. നീ എന്തിനാ ബോധർ ചെയ്യണേ, ഞാൻ എന്തായാലും അവനെ പോയി രക്ഷിക്കുകയില്ല, പിന്നെ നീ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് 6 പേരും കൂടെ അവിടെ കഫറ്റീരിയയിൽ ഇരുന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തായിരുന്നു എയ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ സെയിനിനെ വിളിച്ച് പോകുമ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സെയിനിന് ഫുഡ് കഴിച്ചിട്ടില്ല, സോ ഫുഡ് കഴിച്ചിട്ട് വരുന്നുള്ള കാര്യം. അപ്പോൾ പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നീ വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടൊക്കെ അവൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ ഒരു കൊണ്ടുപോകേണ്ട സമയത്താണെങ്കിൽ കൂടെ വേറൊരുത്തന്നെ അവിടെ നിന്ന് ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്, ജ്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ നമ്മുടെ എയ്സിൻ്റെ ഷർട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എയ്സ് ഭയങ്കരമായിട്ട് അവിടെ ട്രിഗർ ആവുന്നുണ്ട്. ആ ഒരു സെക്രട്ടറിയിലുള്ള ആ 10 ആൾക്കാരെ ഒരുമിച്ച് വിളിച്ചിട്ട് തൻ്റെ പുറകെ വരാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം ഈ ഒരു ജ്യൂസ് ഒഴിച്ചവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഭയങ്കര ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലത്തേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഇവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക് ജയിലിലേക്കാണ് പോകുന്നത്, ഹിഡൻ ആയിട്ടുള്ള. അവിടെയാണെങ്കിൽ എല്ലാവർക്കുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ നോട്ട്
ചെയ്തിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. അതിന് ഡോർ തുറന്ന് അവൻ അവിടേക്ക് ഇടാൻ നിൽക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, സുപ്രീമോ നിങ്ങളുടെ സീക്രട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അവൻ അങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ സീക്രട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. സോ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി സുപ്രീമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, നീ എനിക്ക് മുന്നേ ആ ഒരു ജ്യൂസ് മേത്തൊഴിക്കാൻ പർപ്പസ്ഫുള്ളി വന്നില്ല, ആ ഒരു സമയത്തെ നിൻ്റെ ട്രിക്കും എനിക്ക് ആ സീക്രട്ട് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കൂടെ തന്നെ നിൻ്റെ ഒരുപാട് സീക്രട്ടും എനിക്കറിയാവുന്നത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഗ്രേസിനെ കൊന്നത് ഇവനാണെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ഇത് അറിയുന്ന ഒരാൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിനായിരുന്നല്ലോ ആ ഒരു സമയത്ത് അവിടെ അത് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഇവനായിരുന്നു നമ്മുടെ ഗ്രേസിനെ അവിടെ ആ ക്രൂരമായിട്ട് കൊന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവൻ അതിൻ്റെ ഉള്ളിലിട്ട് പണിഷ് ചെയ്യുന്നുണ്ട്. സോ ഇവൻ ആ ഒരു റൂമിൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ തന്നെ വേറൊരാൾ വന്ന് അവൻ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ഇതിനൊക്കെ ആയിട്ട് ഓരോ ആൾക്കാരെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മിക്കവാറും അവൻ്റെ മരണം തന്നെയായിരിക്കും. അവൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ മരിക്കാൻ താല്പര്യമില്ല, എൻ്റെ രക്ഷയ്ക്ക് സുപ്രീമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഒരു ഇതും ഇവിടെ വില പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ കൂടെ ആ ഒരു റൂമിലേക്ക് ഇട്ടു ആ ഒരു ബോയ് ഉണ്ടല്ലോ, അവൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് സുപ്രീമോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സുപ്രീമോ തീരെയും അങ്ങനെ ആ ഒരു രീതിയിൽ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ സെയിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ ഇമോഷണലായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതാണല്ലോ, സോ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവൾക്ക് ഇതിന് മുന്നേ ഇവർ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു സമാധാനപരമായിട്ടൊരു ലീഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട്, ഇവളുടെ പേര് സാമന്ത എന്നാണ്. സോ സമന്ത ആയിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടെന്ന്. അവൾ ഈ ഒരു ലീഡർ ഗ്യാങ്ങിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങൾ അവളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അവളും നമ്മുടെ സെയിനെ പോലെ തന്നെ ന്യൂബീസ് ആയിട്ട് വന്ന അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ മരണത്തിന് വിധേയമായപ്പോൾ അവളിങ്ങനെ ലീഡർഷിലേക്ക് വന്നപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഇപ്പോൾ എന്ത് പറ്റിയെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഒരു റിപ്ലൈയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ സെയിനും അതുപോലെ തന്നെ നമ്മുടെ വാനും കൂടെ ലൈബ്രറിയിലേക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സൊക്കെ എടുക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സെയിനെ കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് എണീറ്റ് മാറി ഭയങ്കര റെസ്പെക്റ്റോട് കൂടി വെൽക്കം എന്നുള്ള രീതിയിൽ ഇങ്ങനെ തല കുഴിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ എന്തിനാണ് ചെയ്യേണ്ട ഒരു ആവശ്യം, ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻ്റ് അല്ലേ എന്നുള്ള രീതിയിൽ അവളോട് നിങ്ങളും അവിടെ ഇരുന്നോ, ഞാനിവിടെ ജസ്റ്റ് റെഫർ ചെയ്തിട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ അവർ ഒന്നും റിപ്ലൈ ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. റെസ്പെക്റ്റ് കാണിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലൈബ്രറിയും വന്നിട്ടുണ്ടായിരുന്നു. മിസ്സിനോട് കാര്യങ്ങൾ പറയുമ്പോൾ മിസ്സ് പറയുന്നുണ്ടായിരുന്നു, 9th പൊസിഷനിൽ ഒരു സെക്രട്ടറിയാണ്, സോ നിങ്ങൾക്ക് അതിൻ്റെ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഒരു തന്നിരിക്കും. സോ നിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും പിന്നെ നീ ഒരുപാട് സീക്രട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നിനക്ക് തന്നെ വിധേയമായിട്ട് തിരിച്ചടിക്കും എന്നുള്ള കാര്യം. സോ ആരെയും നീ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത്, ഒരുപാട് സീക്രട്ടും കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നുണ്ട്. സോ ഒരാളെ നീ വിശ്വസിക്കരുത്, അവസാനം നീ തന്നെ കൊടും. നീ ഒരുപാട് സീക്രട്ട് ഇപ്പോൾ ഓരോ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. സോ അതൊക്കെ നിനക്ക് തിരിച്ചടിക്കാതെ നോക്കിക്കോ എന്നുള്ളൊരു വാർണിങ്ങും കാര്യങ്ങളൊക്കെ മിസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വാന അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കാര്യങ്ങൾ എന്താ മിസ്സ് വന്ന് സംസാരിച്ചത്. അപ്പോൾ പറയുന്നത് ഒരുപാട് വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്നുള്ള രീതിയിൽ അല്ല മിസ്സിനെ തള്ളിക്കറിയുന്ന രീതിയിൽ ഒരു ഫണ്ണായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ സെയിൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പോകാൻ സമയമായി, അമ്മ ഇവളുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ സമയമായിട്ട് എൻ്റെ സെക്രട്ടറി ആണല്ലോ. സോ അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വാനിനാണെങ്കിൽ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആക്കാനുള്ള ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലായിരുന്നു പെട്ടെന്ന് ഒരു ബുക്ക് ഒരു കുട്ടി ഇങ്ങനെ കൈ നീട്ടുന്നുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ്റെ പേര് ലിയാം എന്നാണ്. സോ ലിയാം വന്നിട്ട് ഇങ്ങനെ സഹായിക്കാം, അസൈൻമെൻറ്റ് എഴുതാൻ ഹെൽപ്പ് ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാമെന്നുള്ള രീതിയിൽ അവളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അവളും ഓക്കെ എന്നുള്ള രീതിയിൽ ഷീക്കാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് അവളുടെ പൊട്ടത്തരങ്ങളും കാര്യങ്ങളും ഈ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് അധികം ഇവളെ കുറച്ചും കൂടെ ഫ്ലൈറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളെ ഇഷ്ടമെന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അസൈൻമെൻറ്റ് ചെയ്യാൻ അവൻ ഓൾറെഡി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, എഴുതി കഴിഞ്ഞു. സോ അങ്ങനെ ആ രീതിയിൽ കുറേ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരുമിച്ച് ഒരു ലഞ്ച് കഴിക്കാൻ പോലുമെന്ന് വിളിച്ചിട്ട് അവളെ നേരെ കഫറ്റീരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഫുൾ അവൻ്റെ ചിലവാന്ന് പറയുമ്പോൾ അവൾ അവിടെ ചെന്നിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ പറയുന്നുണ്ടായിരുന്നു, സോറി വെയിറ്റർ, നിങ്ങളൊന്നും ചിന്തിക്കേണ്ട, ഇവൾ തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത്, ഇവിടെയുള്ള എല്ലാ സംഭവവും ഫ്രീ ആണെന്നുള്ള കാര്യം അവൾ ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ടുണ്ടാവും. സോ അവൾക്കത് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവളെ കളിയാക്കിയിട്ട് അവൾ ടേബിളിൽ പോയിട്ട് അവർ ഇരിക്കുന്നുണ്ട് പരസ്പരം. എന്നിട്ടാണെങ്കിൽ ഇവർക്ക് പരസ്പരം ഫ്രണ്ട്സ് ആവാന്നുള്ള രീതിയിൽ കൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് ഫ്രണ്ട്സ് ആവുന്ന രീതി ഇനി വല്ല കെണിയിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴി അറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിക്കുക. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നത്, സോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ദിസ് ഈസ് അവൻ സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.